ഹായ്. മോഹൻലാലിന്റെ സിനിമകളുടെ വൻ വിജയം പല ആൾക്കാരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇനി വരുന്ന മോഹൻലാൽ സിനിമകളെല്ലാം തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ പോകുന്ന സിനിമകളാണ് എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പോൾ അതിമനോഹരം എന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. തരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ നീണ്ട ഗ്യാപ്പിന് ശേഷം പോലീസ് യൂണിഫോം ഇടുന്ന ഒരു സിനിമയാണ്. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ വരുന്ന ഒക്ടോബറിൽ സിനിമ റിലീസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ സിനിമയ്ക്ക് ഒരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. ഈ ബ്രേക്ക് സിനിമയുടെ കഥ മോശമായതുകൊണ്ട് അത് തിരുത്തി എഴുതാൻ വേണ്ടി എടുത്ത ബ്രേക്കാണ് എന്നുള്ളതാണ് കുറെ ഹേറ്റേഴ്സ് പറഞ്ഞു ഉണ്ടാക്കുന്നത്. അതായത് സിനിമയുടെ കഥ വളരെ മോശമാണ്, അത് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് എന്നുള്ളതാണ് ഇവര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം പല സിനിമകളുടെയും, അതായത് വലിയ സിനിമകളുടെയും ഷൂട്ടിന് ഗ്യാപ്പ് വരാറുണ്ട്. പല ലൊക്കേഷനുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾക്കറിയാൻ സാധിച്ചത് ഇനിയുള്ള മനോഹരത്തിന്റെ പല ഷൂട്ടുകളും മുംബൈയിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ അവർക്ക് സമയം വേണം. അല്ലാതെ കഥ മോശമായതുകൊണ്ട് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടല്ല, കഥ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഇവര് ഈ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു വലിയ സിനിമയാണ്. ആ കഥയിൽ അത്രയേറെ വിശ്വാസമുള്ളത് കൊണ്ടാണ് മോഹൻലാൽ ഒരു പുതുമുഖ സംവിധായകന് ഡേറ്റ് കൊടുത്തത്. പക്ഷേ ആ സംവിധായകന്റെ പേടി ഈ പറയുന്ന തരുൺമൂർത്തിയിൽ കൊണ്ട് എത്തിച്ചു. തീർച്ചയായും തരുൺമൂർത്തി ആ സിനിമ ഏറ്റെടുക്കണമെങ്കിൽ ആ സിനിമയുടെ കഥയിൽ അത്രയേറെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും. ഇപ്പോൾ ആ കഥയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഇത്തരം കള്ള പ്രചരണങ്ങളാണ്. അത് ആരും വിശ്വസിക്കരുത്. ഇപ്പോൾ ദൃശ്യം 3യുടെ വലിയ വിജയം പല ആൾക്കാരുടെയും കണ്ണ് തള്ളിയിട്ടുണ്ട്. കാരണം അവർ മാക്സിമം ശ്രമിച്ചു, സിനിമ മോശമാണ്, സിനിമ ആവറേജ് ആണ് എന്ന് പറഞ്ഞു പരത്താൻ മാക്സിമം ശ്രമിച്ചു. അതിലൂടെയുള്ള ഗുണങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കളക്ഷനിൽ അത് പ്രതിഫലിച്ചില്ല. സിനിമ ഗംഭീരമായി മുന്നോട്ട് പോയി. അപ്പോൾ ഇവർക്കറിയാം ഇനിയുള്ള സിനിമകളും വലിയ വിജയമായി മാറും, വമ്പൻ കളക്ഷൻ നേടിയെടുക്കും എന്ന്. ഇപ്പോൾ മലയാളത്തിലെ വലിയ താരങ്ങളായിട്ടുള്ള 2 പേരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇവർക്ക് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാൻസ് ഉണ്ട്, സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ഫാൻസ് ഉണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഫാൻസ്. അതല്ലാതെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല പേജും ഉണ്ടാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ തെറിവിളി കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പണമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നു, എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മോഹൻലാൽ ഫാനാണ്, മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന്. അതായത് ഇപ്പോൾ ദൃശ്യം 3യുടെ കളക്ഷനും ദൃശ്യം 3യുടെ വിജയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ശരി തന്നെയാണ്. മോഹൻലാലിന്റെ സിനിമകൾ ഇപ്പോൾ കൂടുതൽ കളക്ഷൻ നേടുന്നു, വലിയ വിജയമായി മാറുന്നു. തീർച്ചയായും അത് പറയണ്ടേ? ദൃശ്യം 3യുടെ കളക്ഷൻ 230 കോടി കഴിഞ്ഞു, അപ്പോൾ അത് പറയണം. തുടരും എന്ന സിനിമ വലിയ വിജയമായി മാറി, അത് പറയണ്ടേ? എമ്പുരാന്റെ കളക്ഷൻ, അത് പറയും. അത് അങ്ങനെ വന്നതുകൊണ്ടാണ്. 4 സിനിമകൾ കൊണ്ട് മോഹൻലാൽ ഉണ്ടാക്കിയത് 800 കോടിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് അയാളെ മനഃപൂർവ്വമായി സപ്പോർട്ട് ചെയ്യുന്നതല്ല, അത് സംഭവിച്ച കാര്യമാണ്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിച്ചപ്പോൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പാട്രിയറ്റ് എന്ന സിനിമ പരാജയപ്പെട്ടതുകൊണ്ടാണ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ സിനിമ ഒരിക്കലും ഒരു മോശം സിനിമയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ആവറേജ് സിനിമ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് ഗംഭീരമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ സിനിമ വലിയ വിജയത്തിൽ എത്താത്തത് കൊണ്ട് ആ സിനിമ വലിയ വിജയമായില്ല എന്ന് പറയണ്ടേ? അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ സിനിമകൾ ഭൂരിഭാഗവും പരാജയപ്പെട്ടപ്പോൾ മോഹൻലാൽ സിനിമകൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് മമ്മൂക്കയുടെ സിനിമകൾ വിജയിച്ചപ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളെയും അനാവശ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത്, ഉള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. പക്ഷെ മറ്റു ചിലരുണ്ട്, ആരെയാണോ അവർ ഇഷ്ടപ്പെടുന്നത് അവർക്ക് തെറിവിളി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകൾ. മമ്മൂക്ക ഫാനാണ് എന്ന് പറഞ്ഞ് പുള്ളി 2 സിനിമകളുടെ ഒരു ഫോട്ടോ എടുത്തു വെക്കും. മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമയായിരിക്കും അത്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. മമ്മൂക്കിയുടെ ഏറ്റവും മോശം സിനിമയും എടുത്തു വെക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ 2 സിനിമകളിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്ന്. എന്നിട്ട് പുള്ളി തന്നെ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ ഈ സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആ പെർഫോമൻസ് മോഹൻലാലിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ വീഡിയോ അങ്ങ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതിന് താഴെ വരുന്ന കമന്റ്സ് മമ്മൂട്ടിക്ക് എതിരായിരിക്കും. അതായത് ഇവൻ മമ്മൂട്ടി ഫാനാണ് എന്ന് പറഞ്ഞ് മമ്മൂക്കയെ ൂക്കുന്ന പരിപാടിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്കിൽ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നാറിയാണ് ആ പുള്ളി. അതായത് മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമയും മമ്മൂട്ടിയുടെ ഏറ്റവും മോശം സിനിമയും എടുത്തു വെച്ചിട്ട് പുള്ളിയുടെ അഭിപ്രായം പറയാണ്. പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ അഭിപ്രായമാണ് എന്നൊക്കെ പറയാം.
പക്ഷേ മമ്മൂക്കയെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ലോകയെ തീർക്കാൻ ദൃശ്യത്തിനായില്ല, ദൃശ്യം പരാജയമാണ്, ഞങ്ങൾ പറഞ്ഞില്ലേ മമ്മൂക്കയെ തൊടാൻ ഒരാൾക്കും ആവില്ല എന്ന്. അങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നവന്റെ മാനസിക നില എന്താണ് എന്ന് ചിന്തിക്കേണ്ടി വരും. അതെല്ലാം മമ്മൂട്ടിയെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് താഴെ വരുന്ന കമന്റ്സ് മൊത്തം മമ്മൂട്ടിക്കുള്ള ചീത്തവിളികളാണ്. 50 കോടി പോലും കാണാത്ത വ്യക്തി 100 കോടി ഇതുവരെ കണ്ടിട്ടില്ല, നിർഗുണൻ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് കമന്റ്സുകളാണ് വരുന്നത്. ഇതിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അത്തരം ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന അതിമനോഹരം എന്ന സിനിമ കഥ മോശമായതുകൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാർ തന്നെയാണ്. പക്ഷേ ഫാൻ ബേസിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയെക്കാളും ഒരുപാട് മുകളിലാണ് മോഹൻലാൽ എന്ന സത്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാരും അന്ധമായിട്ടുള്ള ആരാധന കൊണ്ട് അത് മറച്ചു പിടിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായും മമ്മൂട്ടിക്ക് 100 കോടിയും 200 കോടിയും എല്ലാം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒരുപക്ഷെ വലിയ ഹൈപ്പിൽ വരുന്നൊരു സിനിമ, ആ ഹൈപ്പിനൊത്തുള്ള അഭിപ്രായം പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും മമ്മൂട്ടിയുടെ സിനിമകൾ 100ഉം 200ഉം കോടി എല്ലാം നേടും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇവറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യരുത്. അതായത് ഇത്തരം പോസ്റ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് മമ്മൂക്കയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. അതായത് ദൃശ്യം 3 പരാജയമായി, ലോകയെ തീർത്തില്ല, മമ്മൂക്കയാണ് ഏറ്റവും വലിയ താരം എന്നൊക്കെ പറയുമ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും തെറിവിളികൾ അതിന് താഴെ ഒരുപാട് വരും. അത് ഏറ്റവും കൂടുതൽ ദോഷമായി വരുന്നത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. ഇതിലൂടെ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.